നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്ത് കുറച്ച് കാശ് സമ്പാദിക്കാം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്ന്? ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ആണ്. ഇ-കൊമേഴ്സ് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉൾത്തലങ്ങളിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബട്ട് ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ച് സൂക്ഷിക്കുകയോ ആ ഉൽപ്പന്നം പാക്ക് ചെയ്തിട്ട് നമ്മൾ അയക്കുകയോ ഒന്നും ചെയ്യാതെ ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ആണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കിട്ടുമെങ്കിലും ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ എല്ലാവരും കേൾക്കാം. ഒന്നാമത് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് 3 ആൾക്കാരാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇ-കൊമേഴ്സ് ബിസിനസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് 3 ആൾക്കാരുണ്ടാവും. 1 കസ്റ്റമർ ഉണ്ടാവും, 2 ഒരു സപ്ലയർ ഉണ്ടാവും, 3 നമ്മളും ഉണ്ടാവും. നമ്മൾ ഇതിന്റെ ഇ-കൊമേഴ്സിന്റെ ഓണറാണ്. ഓക്കെ, ഇനി ഈ 3 ആൾക്കാരിൽ നടക്കുന്ന ബിസിനസ് ഐഡിയ ആണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു സ്റ്റോറൊക്കെ ഡെവലപ്പ് ചെയ്യും, ഓൺലൈനിൽ ഒരു സ്റ്റോറൊക്കെ ഡെവലപ്പ് ചെയ്ത് സപ്ലയറിന്റെ പ്രോഡക്റ്റുകളൊക്കെ അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഓൺലൈൻ സ്റ്റോർ പ്രൊമോഷൻ നമ്മൾ ചെയ്യണം. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ വേണം നമുക്ക് ചെയ്യാം. സോഷ്യൽ മീഡിയ വഴി ചെയ്യാം, ഓർ നമുക്ക് നോർമലി ഉള്ള മാധ്യമങ്ങൾ വഴി ചെയ്യാം, ഓർ നമുക്ക് ഓരോ കസ്റ്റമർ നമ്മൾക്ക് കോൺടാക്ട് ചെയ്ത് ബൈ ടെലികോളിംഗ് മെത്തേഡ് നമുക്ക് ചെയ്യാം. എന്ത് ടൈപ്പ് മെത്തേഡ് ആണെങ്കിലും ശരി, എങ്ങനെയെങ്കിലും ചെയ്ത് ഈ കസ്റ്റമർ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഒരു 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഓർഡർ ആർക്ക് ചെല്ലും? നേരിട്ട് സെല്ലർക്ക് ചെല്ലും. സെല്ലർ ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യും? പാക്ക് ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്ത് കസ്റ്റമർ അഡ്രസ്സ് വെച്ച് നേരെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തു കഴിയുമ്പോൾ കസ്റ്റമർ പ്രോഡക്റ്റ് കിട്ടും, കസ്റ്റമർ ഈസ് ഹാപ്പി. 1000 റുപ്പീസിലുള്ള ഈ പ്രോഡക്റ്റ് സെല്ലർ നിങ്ങൾക്ക് തരുന്നത് 700 രൂപയ്ക്കാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 300 രൂപ നിങ്ങളുടെ ലാഭം. നിങ്ങൾ വിറ്റത് 1000 രൂപയ്ക്കാണ്, നിങ്ങളുടെ ലാഭം എന്ന് പറഞ്ഞ് 300 റുപ്പീസാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് നമ്മൾ സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നില്ല, നമ്മൾ പാക്ക് ചെയ്യുന്നില്ല, നമ്മൾ അയക്കുന്നില്ല, അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അതിനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. അപ്പോൾ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ അറിയണം. എന്നാലേ നമുക്കിത് മുന്നോട്ട് ചെയ്യണോ ചെയ്യണ്ടയോ എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മുടക്ക് മുതൽ കുറവാണ്. ഒരുപാട് പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് കുറെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. മുൻകൂട്ടി നമ്മൾ സ്റ്റോക്ക് ഒന്നും ഹോൾഡ് ചെയ്യേണ്ട. കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ഇതിലൊരു വെബ്സൈറ്റ് മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. പ്ലസ് ഇതിന്റെ മാർക്കറ്റിങ്ങിനുള്ള ഒരു ചെലവ്. വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചെലവ്, അല്ലെങ്കിൽ ആപ്പ് ഉണ്ടാക്കാൻ ചെലവ്, ആപ്പ് ഇനീഷ്യലി വേണ്ട, വെബ്സൈറ്റ് മാത്രം മതിയാവും. അപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വരുന്ന ചെലവിന്റെ 10 ഇരട്ടി ചെലവ് നമ്മൾ മാർക്കറ്റിങ്ങിന് കൂടി നമ്മൾ കണ്ടുവെക്കണം. 30,000 റുപ്പീസ് നമ്മളൊരു വെബ്സൈറ്റിന് കാണുന്നുണ്ട്, അതേപോലെ ഒരു 3 lakh റുപ്പീസ് നമ്മൾ ഈ പറഞ്ഞ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ കണ്ടുവെക്കണം. ഇനി ഇതൊന്നും ഇല്ലാതെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതായത് സിംഗിൾ ആയിട്ടുള്ള ഒരു ലാൻഡിംഗ് പേജ് പ്രിപ്പയർ ചെയ്ത് അതിൽ ഒരു പ്രോഡക്റ്റ് മാത്രം ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു 200, 500, 1000 രൂപയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ മെറ്റ ആഡ്സ് വഴിയൊക്കെ ആഡ് റൺ ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണെങ്കിൽ നമുക്ക് ആഡ് റൺ ചെയ്യിപ്പിക്കാം. അത് മെറ്റ ആഡ്സ് ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ 2 സ്ഥലങ്ങളിലും വരും. ഇനി അതിൽ ടെലികോളിംഗ് കുറെ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ മെത്തേഡ്. ഗൂഗിൾ ആഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിൻട്രസ്റ്റ് ആഡ്, അങ്ങനെയുള്ള ഒരുപാട് കമ്പനിയുടെ സോഷ്യൽ മീഡിയ ആഡുകൾ റൺ ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടെലികോളിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തിയേറ്ററിൽ നിങ്ങൾക്ക് ആഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. TV ആഡ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പല വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. പത്രങ്ങളിൽ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. മറ്റുള്ള ഡിജിറ്റൽ വെബ്സൈറ്റുകളിലോ എല്ലാത്തിലും നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ എവിടെയാണെങ്കിലും ശരി പെയ്ഡ് പ്രൊമോഷൻസ് നിങ്ങൾക്ക് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ റവന്യൂ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇതാണ് ഇതിനൊരു മെത്തേഡ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഒരു എക്സ്പെൻസ്, വെബ്സൈറ്റ് എക്സ്പെൻസ്, വല്ലാത്ത എക്സ്പെൻസ് കാര്യങ്ങളൊന്നും വേണ്ട. സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അതൊക്കെ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഷിപ്പിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ ഷിപ്പിംഗ്, പാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. എവിടെ നിന്നും ചെയ്യാം. ഇന്റർനെറ്റും ഒരു ലാപ്ടോപ്പും അതേപോലെ തന്നെ കുറച്ച് മാർക്കറ്റിങ്ങിനുള്ള ചെലവും കാര്യങ്ങളും പൈസ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഏത് രാജ്യത്തുള്ള പ്രോഡക്റ്റും സർവീസും നമുക്കൊന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്, ദോഷങ്ങൾ. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മളെ പോലെ തന്നെ ഒരു 1000കണക്കിന് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡ്രോപ്പ് ഷിപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ 1000കണക്കിന് ആൾ ചെയ്യുന്നത്. അതുകൊണ്ട് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ 1000ന്റെ പ്രോഡക്റ്റ് 700 രൂപയ്ക്ക് കിട്ടുന്ന 1000 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്നത്. ചില സമയങ്ങളിൽ ഈ 1000ന് നമ്മൾ വിൽക്കുന്ന സെയിം പ്രോഡക്റ്റ് 800 രൂപയ്ക്കും 900 രൂപയ്ക്കും ഇൻ കേസ് 700 രൂപയ്ക്ക് വരെ പല വെബ്സൈറ്റുകൾ ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരേ ഐറ്റമിന്റെ പല സ്റ്റോറുകൾ പല ഡിഫറെന്റ് റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സെല്ലർമാർ കുറഞ്ഞ റേറ്റിൽ സാധനം കൊടുക്കും. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഞാനാണ് ഡ്രോപ്പ് ഷിപ്പർ എന്ന് വിചാരിക്കട്ടെ, വേറൊരു കക്ഷിയും ഡ്രോപ്പ് ഷിപ്പർ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്റ്റോറാണ്, ഒരുപാട് കസ്റ്റമർ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ സെല്ലറുമായിട്ട് നേരത്തെ പരിചയമുണ്ടാവും, സെല്ലറിനോട് 1 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ സെല്ലർ എന്ത് ചെയ്യുന്നു? എനിക്ക് 600 രൂപയ്ക്ക് തരും. അടുത്തൊരു പുതിയതായിട്ട് വരുന്ന ഒരു ഡ്രോപ്പ് ഷിപ്പറിനെ സംബന്ധിച്ച് അവന് 700 രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ 100 രൂപ കുറച്ചിട്ട് എനിക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് സുഖമായിട്ട് ഇത് 700 രൂപയ്ക്ക് വേണം വിൽക്കാം. കോമ്പറ്റീഷൻ വന്ന 700 രൂപയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. 100 രൂപ ലാഭമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കക്ഷി പുതിയതായിട്ട് വന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുകയാണ് 700 രൂപയ്ക്ക് എനിക്ക് തന്നതാണ്, അതേ റേറ്റിന് എന്താ ഓൺലൈനിൽ പല സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കോമ്പറ്റീഷൻ
കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ടുള്ള കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അധികമൊന്നും വെബ്സൈറ്റുകളിൽ ഇല്ലാത്ത യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കണ്ടെത്തുക എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. എന്ത് ടൈപ്പ് ഒരു സ്പെഷ്യൽ നീഷ്, ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളിലാണെങ്കിലും ഡ്രസ് ഐറ്റത്തിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യൽ നീഷ് നിങ്ങൾ കണ്ടെത്താം. സ്പെസിഫൈഡ് ഐറ്റം മാത്രം, ചുരിദാറിന്റെ മെറ്റീരിയൽസ് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു ഫിക്സഡ് പ്രൈസ് ഇട്ടിട്ട് 499 റുപ്പീസ് മാത്രമാണ്. ഡെലിവറി ചാർജ് ഇല്ല. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് 499 റുപ്പീസ് ഓൺലി. എല്ലാ പ്രോഡക്റ്റും 499 ഓൺലി. ചുരിദാർ മെറ്റീരിയൽസ് മാത്രം കൊടുക്കുന്ന സ്റ്റോർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഒരു യുണീക്ക് കസ്റ്റമറിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റുകളും ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ആൾക്കാർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു യുണീക്ക് ഒരു സിസ്റ്റം എപ്പോഴും അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരുപാട് പ്രോഡക്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിൽ നമ്മൾ റിസർച്ച് ചെയ്താൽ മറ്റു കുറേ ഗുണമുണ്ട്. ഭാവിയിൽ നമുക്ക് ഇതിന്റെ ഡ്രോപ്പ് ഷിപ്പിംഗ് മാറ്റിയിട്ട് ഇ-കോമേഴ്സ് ആക്കാൻ പറ്റും. മീൻസ് ഈ പറഞ്ഞ ഇതിന്റെ സപ്ലയറിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. മെയിനായിട്ട് മാനുഫാക്ചറിനെ കണ്ടെത്താൻ പറ്റും. മാനുഫാക്ചറിനോട് നമുക്ക് കുറെ സംസാരിച്ച് നെഗോഷിയേഷൻ ഒക്കെ നടത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ റേറ്റിൽ നമുക്ക് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഭാവിയിൽ ഇത് ഓൺ ബ്രാൻഡ് പോലെ നമുക്ക് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്, അത് ശ്രദ്ധിക്കുക, അതൊരു ദോഷത്തിൽ വരുന്നതാണ്. അതേപോലെ തന്നെ എല്ലാത്തിനും ഈ സപ്ലയറിനെ ആശ്രയിക്കണം എന്നുള്ളതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സപ്ലയർ ഇപ്പോൾ മോശമായിട്ടുള്ള ഒരു സാധനം അയച്ചു, നമുക്ക് ചീത്തപ്പേരാണ്. നമ്മളെ സ്റ്റോർ ഒന്നും നമ്മൾ ചെയ്തില്ല, നമ്മൾ അടുത്ത തവണ സപ്ലയർ അയച്ച് മോശം, അത് പാക്കിംഗ് ശരിയല്ല. അപ്പോൾ എന്ത് ഇഷ്യൂ പ്രോഡക്റ്റിൽ കസ്റ്റമർ അടുത്ത് എത്തുമ്പോൾ, എൻഡ് ഓഫ് ദ കസ്റ്റമറിന്റെ അടുത്ത് എത്തുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ പ്രോഡക്റ്റ് വന്നാൽ അതെല്ലാം സപ്ലയർ കാരണമാണ്. അപ്പോൾ ഈ സപ്ലയറിനെ ആശ്രയിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സപ്ലയർ റീഫണ്ട് ചെയ്യണമെങ്കിൽ, തിരിച്ചിട്ട് അയച്ചു കാശ് കിട്ടണമെങ്കിൽ സപ്ലയറിനെ ആശ്രയിക്കണം. അപ്പോൾ സപ്ലയറുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നതിൽ വേറെ തർക്കമൊന്നുമില്ല. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. രണ്ട്, ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് അറിയാൻ വേണ്ടി നമുക്ക് ഭയങ്കര പ്രയാസം. ഒന്നാമത്തെ കാര്യമാണ് സ്റ്റോക്ക് അറിയാൻ പ്രയാസമാണ്. ഇവർ നമ്മളോട് 10 ക്വാണ്ടിറ്റി 100 ക്വാണ്ടിറ്റി എന്നൊക്കെ ഇവർ പറയുമായിരിക്കും, ബട്ട് ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല. ഇവർ വേറെ സ്ഥലങ്ങളിൽ എടുത്തിരിക്കും സോഴ്സ് ചെയ്യുന്നത്. ഇനി ഏറ്റവും മാരകമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ആഡ് റൺ ചെയ്യിപ്പിക്കും. നമ്മൾ ഡീപ്പായിട്ട് ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും മെറ്റ് ആഡ്സ് ആണെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് കുറച്ച് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഒരു വലിയൊരു കാര്യമാണ്. ബട്ട് ഇന്നത്തെ കാലത്ത് അത്രയും ഡീപ്പായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ അത്രയും ഒരുപാട് കോഴ്സുകളൊക്കെ എടുത്തിട്ട് ഒരുപാട് പഠിക്കേണ്ട ആവശ്യകത വരുന്നില്ല. നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ്, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകളിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് നോക്കിയിട്ടോ നമുക്ക് മെറ്റ് ആഡ്സിന്റെ ഒക്കെ കോഴ്സ് നമുക്ക് നോക്കി പഠിക്കാം. പഠിച്ചിട്ട് നമുക്ക് സപ്പോർട്ട് ആവശ്യം വരുമ്പോൾ ഈ പറഞ്ഞ ആഡ് ലൈബ്രറിയിൽ നിന്ന്, ഫേസ്ബുക്ക് മെറ്റ് ആഡ്സിന്റെ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ആഡ് നമുക്ക് ക്ലോൺ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ആ ക്ലോൺ ചെയ്ത ആഡ് നമുക്ക് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാര്യങ്ങൾ വരുമോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ChatGPT, Gemini പോലെയുള്ള AI ടൂൾസ് നമ്മളെ സഹായിക്കും. അപ്പോൾ AI ടൂളൊക്കെ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡ്രോപ്പ് ഷിപ്പിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ചാലഞ്ചസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒന്ന് ഈ കോമ്പറ്റീഷൻ, രണ്ട് മെയിൻ ആയിട്ട് ചലഞ്ച് ഈ പറഞ്ഞ സപ്ലയറിനെ ആശ്രയിച്ചിരിക്കണം ബാക്കിയുള്ള പരിപാടികളൊക്കെ. ഇത്രയും ദോഷങ്ങളും ഇത്രയും അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് 2025 ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരുപാട് എമൗണ്ട് ആണ് പലരും ഏൺ ചെയ്യുന്നത്. ബട്ട് ഓർക്കുക, എപ്പോഴും നമ്മൾ ഇതിനകത്ത് വലിയൊരു റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബിസിനസ്സിൽ നമ്മളൊരു ഫുൾ ടൈം ഇതിനകത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു പാർട്ട് ടൈം ആയിട്ട് ചെറിയൊരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്, വളരെ സിമ്പിളാണ്. വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. വെബ്സൈറ്റ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഷോപ്പിഫൈ എന്ന് പറയുന്നത്. ഈ ഡ്രോപ്പ് ഷിപ്പിംഗിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ് ഷോപ്പിഫൈ. ഇ-കോമേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൂളാണ് ഷോപ്പിഫൈ. സെൽഫ് ആയിട്ടുള്ള പ്രോഡക്റ്റും ആഡ് ചെയ്യാം, അതുപോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്റ്റുകളും ആഡ് ചെയ്യാൻ പറ്റും. ഷോപ്പിഫൈയിൽ തന്നെ ഈ പറഞ്ഞ ഇന്ത്യയിലെ നല്ല സപ്ലയർ അവൈലബിൾ ആണ്. അവരെ നമുക്ക് കണക്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഓർഡർ വരുമ്പോൾ സപ്ലയർക്ക് പോകും, സപ്ലയർ അവസാനം ഡെലിവറി ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മുടെ സ്റ്റോറിൽ വർക്ക് ചെയ്യും. പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് 1 ക്ലിക്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ 1 ക്ലിക്കിൽ ഓർഡർ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ പറ്റും. സ്റ്റോറിന്റെ അഡ്മിൻ കൺസോളിൽ മാനേജ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ടൂളാണ് ഷോപ്പിഫൈ. തീർച്ചയായിട്ടും ഷോപ്പിഫൈയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്രത്യേകിച്ചിട്ട് ഒരു സ്കില്ലോ കാര്യങ്ങളോ ആവശ്യമില്ല. ഇനി ആർക്കെങ്കിലും സ്റ്റോർ സെൽഫായിട്ട് നിങ്ങൾക്ക് ടൈമൊന്നും ഇല്ല, ഇത് ചെയ്യാനൊന്നും മാനസികാവസ്ഥയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്ന സർവീസസ് അവൈലബിൾ ആണ്. നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ DMൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇത്തരത്തിലുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് മാത്രമല്ല, ഒരുപാട് ബിസിനസ് ഐഡിയകൾ ഓൺലൈനിലുണ്ട്. അത്തരത്തിലുള്ള ബിസിനസ് ഐഡിയകളുടെ ഒക്കെ വീഡിയോ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.